തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കൊന്ന് പോവുകയാണ്. കൊല്ലത്തെ പ്രധാനപ്പെട്ട അപകട സ്ഥലങ്ങളിലൊന്ന് കൊച്ചി കലുങ്ക് മടത്തറ കുളത്തൂപ്പുഴ റോഡാണ്. നിരവധി അപകടങ്ങൾ ഈ റോഡിൽ നടന്നിട്ടുണ്ട്. പലതവണ പരാതി നൽകിയതാണ്, വേണ്ട ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. മുൻപ് നടന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങൾ അത് നമുക്കൊന്ന് കാണാം. നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ദിലീപ് ദേവസ്യ, അപകടം പതിയിരിക്കുന്ന, കെണിയൊരുക്കി കാത്തിരിക്കുന്ന വളവുകൾ നിരവധിയുണ്ട്, അനവധിയാണ്. അതിൽ ഇനിയും അപകടമുണ്ടാകാനുള്ള സാധ്യതയും. ഈ അപകട വളവുകളിൽ വേണ്ട ഇടപെടൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ആവർത്തിച്ച് പരാതിപ്പെടുന്നുവെന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുമ്പോഴും എന്തുകൊണ്ടാണ്? ജീവൻ ഇത്ര എടുത്തിട്ടും മതിയായില്ലേ? സുജിയ, നേരത്തെ അപകടം കണ്ട ആ ദൃശ്യങ്ങളിൽ കണ്ട വളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ വാഹനങ്ങൾ വരുന്ന ആ പേടിപ്പെടുത്തുന്ന ഒരു വളവാണ്. ഏതു സമയം ഇവിടെ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഭാഗത്തൊരു ടോറസ് ലോറി മറിഞ്ഞതുൾപ്പെടെയുള്ള അപകടങ്ങൾ നിത്യസംഭവമാണ്. ഈ നാട്ടുകാർക്ക് ഇവിടെ അപകടങ്ങൾ നോക്കൂ, രണ്ട് വളവുകളും ഇവിടെ ഒരു പാമ്പിഴയുന്ന പോലെയുള്ള വളവുകളാണ്. അതും കൊടും വളവുകൾ എന്നാണ് ഈ ദൃശ്യം. ഈ ബൈക്ക് പോകുന്നതടക്കം നോക്കൂ, ചില സമയങ്ങളിൽ അമിത വേഗത്തിൽ നിന്ന് റൈഡർമാർ കിടത്തി വളയ്ക്കുന്നു എന്നുള്ള പരാതിയടക്കം ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അത്രമേൽ അപകടങ്ങൾ നടന്ന ഈ വളവിനെ കുറിച്ച് ഒരു തരത്തിൽ പോലും നടപടിയെടുക്കാത്ത അധികൃതരാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കാം, ചേട്ടാ, ഇവിടെ അപകടം സ്ഥിരമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല? ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര അപകടങ്ങൾ ഇവിടെ? ഞാനൊരു 7 കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കട നടത്തുന്ന ആളാണ്. ഒരു 7 അപകടം ഇവിടെ നടന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഇതൊന്നും നടന്നിട്ടില്ല. ഈ ഒരു 6 മാസം മുമ്പായിട്ട് ഇവിടെ നിന്ന് JCB കൊണ്ടിട്ടൊന്ന് വാന്തിയിട്ട് റോഡ് മാന്തിയിട്ട് അതിനുശേഷവും വീണ്ടും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളൊക്കെയാണ് രക്ഷാപ്രവർത്തനം? അതെ, അന്ന് JCB കൊണ്ടുവന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ട് 2 ആഴ്ചയ്ക്കും റീടയർ ചെയ്ത് തരാനാണ് പറഞ്ഞത്. സൂചനാ ബോർഡുകളും കാര്യങ്ങളും എല്ലാം വെച്ച് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടാ, വർഷങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ കട നടത്തുന്ന ആളാണല്ലോ. ഈ അപകടം സ്ഥിരം കാണുന്നതാണ്. ഈ പരാതിയൊക്കെ നൽകിയിട്ട് എന്താ അധികൃതർ എന്താ പറഞ്ഞത്? MVD വന്നില്ല. ഇന്നലെ കണ്ടില്ല 4 പിള്ളേർ മരിച്ചത്. ഇവിടെ ഒരു തൊട്ട് സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ പ്രദേശത്ത്? അപ്പുറത്തുണ്ട്, ഒരു 1 കിലോമീറ്റർ അപ്പുറത്തെ സ്കൂളുണ്ട്. പിള്ളേരൊക്കെ